നാട്ടിൽ ഒരുപാട് നറുക്കെടുപ്പ് വിവാദമായ സമയത്താണ് നമ്മൾ നറുക്കെടുപ്പ് എടുക്കുന്നത്. 3ാമത് വാർഷികത്തിന് 3 ആളുകൾക്ക് നറുക്കെടുപ്പിൽ നിന്നും കിട്ടുന്ന 3 ആളുകൾക്ക് അപ്ലിക്കേഷൻ ചാർജ്, ഒരു അപ്ലിക്കേഷൻ ചാർജ് ഫ്രീ ആയിട്ട് റീഫണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതെടുക്കുകയാണ്. അത് കംപ്ലീറ്റ് ഇതിലേക്ക് ഇട്ടിട്ട് ഇത് ഓക്കെ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടേ, ഇതിൽ വിസിറ്റ് വിസ ഉണ്ട്, അതുപോലെ തന്നെ അറ്റസ്റ്റേഷൻ, പിന്നെ ഫാമിലി വിസൻ്റെ ഒക്കെ ഉണ്ടാവും. അടുത്തൊന്നുകൂടെ പറയാനുള്ളത്, നമ്മളെ 4ാം വാർഷികത്തിൻ്റെത് ഇതോടുകൂടെ അനൗൺസ് ചെയ്യുകയാണ്. 4ാം വാർഷികത്തിന് അടുത്ത വർഷത്തേക്കാണ്. അടുത്ത വർഷം ജൂണിലായിരിക്കും കംപ്ലീറ്റ് നമ്മുടെ ഏത് വർക്ക് ചെയ്യുന്ന ഒരു കസ്റ്റമറുടെ പേരും നമ്പറും നമ്മൾ നോട്ട് ചെയ്തിട്ട് ഇവിടെ എടുത്തു വെക്കും. അടുത്ത കൊല്ലം ജൂണിന് 1000 ദിറംസിൻ്റെ വൗച്ചറായിട്ട് അത് അവർക്ക് കൊടുക്കും. അത് റിഡീം ചെയ്യാൻ നമ്മുടെ അടുത്ത് നിന്ന് എന്ത് അപ്ലിക്കേഷൻ, ടിക്കറ്റ് ആവട്ടെ, എന്ത് അപ്ലിക്കേഷൻ അതിൽ നിന്ന് കുറച്ച് കൊണ്ടുവരുന്ന ഒരു സ്കീമാണ്. അപ്പോൾ അതുകൂടെ ഓർമ്മിക്കണം. അടുത്ത വർഷം വരെ പരിപാടി. പല ആളുകൾ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്കൊന്നും ഇതൊന്നും കിട്ടില്ലെന്ന് ചോദിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ളത്. അപ്പോൾ ഏതായാലും നറുക്കെടുക്കാം. ഓക്കെ, ഇത് വന്നിരിക്കുന്ന ആദം മുഹമ്മദ്, ഫുൾ അറ്റസ്റ്റേഷൻ. ഓക്കെ, ഒരാളുടെ പേര് കിട്ടിയിട്ടുണ്ട്. അടുത്ത് ഷാഫി എടുത്തോ. പേര് ഇങ്ങോട്ട് കാണിക്കാം. അഖിൽ ഫാമിലി വിസ റിന്യൂവൽ. ഓക്കെ, നമ്പർ കാണിക്കണ്ട. ഓക്കെ, അടുത്തത് ഇയാള് എന്താ പേരെന്താ? ആ, ലാമിൻ മാലിക്, ബർത്ത് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്ത ആളാണ്. അപ്പോൾ വിജയികളെ നമ്മൾ വിളിച്ചുകൊണ്ട് അവരുടെ ക്യാഷ് ബാക്ക് റീഫണ്ട് കൊടുക്കുന്നതാണ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.